നമസ്കാരം. ന്യൂസ് വാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ മുന്നണികളും ആര് ജയിക്കും എന്ന കൂട്ടുകീഴ്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് മറ്റന്നാളാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക എന്ന് നമുക്കറിയാം. മറ്റന്നാൾ തന്നെ ഇതിൻ്റെ റിസൾട്ടും അറിയുവാൻ കഴിയും. എന്നാൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം വോട്ടെണ്ണലിന് മുമ്പ് തന്നെ നടത്തുവാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതായത് ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നു മുതൽ, അതായത് 20-ാം തീയതി മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്ന സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മസ്റ്ററിങ് ചെയ്ത ആളുകൾക്കായിരിക്കും ഈ ഒരു പെൻഷൻ തുക നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ആദ്യം എത്തിച്ചേരുക. ഇനിയും സംസ്ഥാനത്ത് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഈ മാസം 25 മുതൽ 2025 മസ്റ്ററിങ് നമ്മളുടെ സംസ്ഥാനത്തെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് ചെയ്യുവാൻ കഴിയും. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് മസ്റ്ററിങ്ങിനായി പോകുമ്പോൾ നമുക്ക് പെൻഷൻ ID ഉണ്ടെങ്കിൽ ആ ഒരു പെൻഷൻ ID കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും കൂടി കയ്യിൽ കരുതുക. ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് നമ്മൾ മസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന OTP വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളുടെ മസ്റ്ററിങ് വെരിഫിക്കേഷൻ ക്ലിയർ ആക്കുന്നതെന്ന് നമ്മളെല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1600 രൂപ ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. നമുക്കറിയാം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുന്നത്. 62 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് ഇന്ന് പെൻഷൻ ഗുണഭോക്താക്കളായി സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ പല സമയങ്ങളിലായിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 2 മണി 3 മണിയോട് കൂടിയൊക്കെയാണ് നമുക്കിപ്പോൾ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഈ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫോണിലേക്ക് മെസ്സേജ് എത്തുന്നതായിരിക്കും. ഈ ഒരു 1600 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൊബൈലിലെ മെസ്സേജ് കൺഫേം ആക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ വീഡിയോയുടെ താഴെ പെൻഷൻ എത്തിയ ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും. ഇനിയും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഞായറാഴ്ച തിങ്കളാഴ്ചയോട് കൂടിയ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ. നമുക്കറിയാം, സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു പെൻഷൻ നമ്മളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മളുടെ ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തുന്ന ആളുകളൊക്കെ ആയിരിക്കും നമ്മളുടെ വീടുകളിലേക്ക് ഈ ഒരു പെൻഷൻ തുക എത്തിക്കാറ്. അപ്പോൾ സഹകരണ ബാങ്കിലേക്ക് ഇന്ന് ട്രഷറിയിൽ നിന്ന് ഈ ഒരു തുക, നമുക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തുക സഹകരണ ബാങ്കിലേക്ക് എത്തി അവിടുത്തെ നമ്മളുടെ പെൻഷൻ ലിസ്റ്റുകളൊക്കെ പരിശോധിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഞായറാഴ്ചയോടുകൂടിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടിയോ മാത്രമായിരിക്കും നമ്മളുടെ വീടുകളിലേക്ക് പെൻഷൻ തുകയുമായി ഇത്തരത്തിൽ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളോ ഒക്കെ എത്തിച്ചേരുക. അപ്പോൾ എന്താ തന്നെയായാലും ഈ മാസം 25-ന് മുമ്പ് നമ്മളുടെ പെൻഷൻ തുക നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കുവാൻ തുടങ്ങുമെന്ന വലിയ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം സംബന്ധിച്ച എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക്